കള്ള വരാതെ വേണ്ട വേണ്ടൊക്കെ കളി കഴിച്ചു കുറച്ചുകൂടെ ഇഷ്ടത് തിന്ന് എന്നിട്ട് വേണം ആ മുട്ട പിഞ്ഞി എടുത്തോണ്ടിരാൻ. ആ വല്യമ്മ അവിടെ എന്തൊരു സൗണ്ട് കിട്ടീനെ? അത് എന്നെ പോലെ ചീഞ്ഞ വായ വെട്ടിട്ടാണ് അവിടെ. ഉമ്മ ഒക്കെ പറയുമ്പോ കുട്ടിക്കാൻ തോന്നി. കുറച്ചുകൂടെ അച്ചാർ. അച്ചാറ് മാത്രമാക്കണ്ട, ആ പാസം പൊട്ടിന് വെള്ളം കൂടെ കലക്കി കൊടുത്തോളാം. അത് പഠിച്ചോനെ ശരിയാണല്ലോ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാട്ടോ. തീറ്റൊക്കെ നേരത്തിന് കിട്ടുന്നില്ലേ? പിണ്ണാക്കൊക്കെ എങ്ങനെ? അതൊക്കെ കറത്തിന് പോകുന്നുണ്ട്. അലഹദില്ല. അന്നെ കൊണ്ട് കക്കൂസ് മുജിനയിലൊരു ഉപകാരം ഉണ്ടല്ലോ. അനുവോ ഇതിലേതാ വേണ്ടേ? കണ്ണി കണ്ട അപ്പ ഉപ്പ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത അൾസർ വരില്ല കുട്ടിക്ക്. അല്ലമ്മ, ഈ അൾസർ എന്നൊക്കെ പറയുമ്പോ നമ്മളെ താഴത്തുള്ളത് നാസറാക്കാന്റെ നാസറിന്റെ വാപ്പേ. നിങ്ങൾ അത് ആലോചിച്ച് പേടിച്ചാണ് നിൽക്കണ്ട. ഇത് നെല്ലറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അതെ ഗൈസ്, 42 വർഷങ്ങളായി ദുബായ് മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ആയ നെല്ലറ ഫുഡ് പ്രോഡക്റ്റ് ഇപ്പൊ കേരളത്തിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ മാർക്കറ്റുകളിൽ കിട്ടുന്ന എല്ലാ ഫുഡ് പ്രോഡക്ട്സും ഇന്ത്യയിൽ നിർമ്മിച്ചതിന് ശേഷമാണ് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നെല്ലറയുടെ എല്ലാ ഫുഡ് പ്രോഡക്ട്സും ദുബായിൽ മാനുഫാക്ചറിംഗ് ചെയ്തതിന് ശേഷമാണ് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ 20-ലധികം രാജ്യങ്ങളിലാണ് ഇപ്പോൾ നെല്ലറ ഫുഡ് പ്രോഡക്ട്സ് മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നത്. 1984 മില്ലിൽ നിന്ന് തുടങ്ങിയതിനു ശേഷമാണ് നെല്ലറ എന്ന ബ്രാൻഡ് മാർക്കറ്റുകളിൽ എത്തിയത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത ദുബായിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് അവർ മറ്റുള്ള രാജ്യങ്ങളിലും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.